Hi dears, welcome to Xylem. It's me, Ajsel. ഞാൻ ഫസൽ. ഓക്കെ, സോ നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ടീച്ചേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും. ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഈ ഒരു 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ഒരുപാട് പേർക്ക് നല്ല ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതെങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ടുള്ളത്. SSLC തുടങ്ങുന്ന സമയത്ത് തന്നെ പേടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ. അപ്പം സോഷ്യൽ സയൻസിൽ എന്തെല്ലാം വേണമെന്ന് ആദ്യം പറഞ്ഞു തരാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പറയുന്ന പോലെ സൈലത്തിൻ്റെ കൂടെ ഒന്ന് പഠിച്ചാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന മാർക്ക്, അത് A+ ആണ്, A+, ഫുള്ളാണെങ്കിൽ ഫുള്ള്, അതിൽ കുറഞ്ഞ കളിയില്ല, അതെന്തായാലും കിട്ടും. സോ അജ്സൽ സാർ ആദ്യം ഹിസ്റ്ററിയിലെ ചാപ്റ്റേഴ്സ് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. സോ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അവസാനം ഒറ്റ കാര്യം പറയാനുള്ളത്, 21 ചാപ്റ്റേഴ്സ് അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്. വേഗം പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തേക്കുക, എല്ലാം പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ലൈവുകളും ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. SSLC എന്നുള്ള ആ ഒരു ബോധം എപ്പോഴും ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ബാക്കി സാറ് പറയൂട്ടോ, 21 ചാപ്റ്റേഴ്സിൻ്റെ കഥയൊക്കെ കേട്ട് പേടിക്കണ്ട. ഓക്കെ, ഞാനങ്ങ് പോട്ടെ. സോ മക്കളെ, നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് SS1ഉം SS2ഉമാണ്. SS1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഓമനപ്പേരിട്ട് വിളിക്കുന്നത് ഹിസ്റ്ററി എന്നും, SS2വിനെ നിങ്ങൾ ജിയോഗ്രഫി എന്നുമാണ് വിളിക്കാറുള്ളത്. ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ളത് 21 ചാപ്റ്റേഴ്സ് അഥവാ 21 പാഠഭാഗങ്ങളാണ്. അതിൽ SS1 അഥവാ ഹിസ്റ്ററിയിലുള്ള 11 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ലോകത്തെ സ്വാധീനിച്ച ഒരുപാട് റെവല്യൂഷൻസ്, വിപ്ലവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 അമേരിക്ക, ഫ്രഞ്ച് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നതിന് മുമ്പ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പ്രത്യേകത 6 മാർക്കിന് വരെ എസ്സേ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു എസ്സേ ഇവിടെ നിന്നും നിർബന്ധമാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വേൾഡ് ഇൻ 20th സെഞ്ച്വറി. നിങ്ങൾ ലോകയുദ്ധങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? വേൾഡ് വാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വേൾഡ് വാർ, ഹിറ്റ്ലർ, മുസോളിനി, ഇത്തരം ഒരുപാട് ചരിത്രമാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിലൂടെ നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമാണ്. എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമ്മളോട് ചോദിക്കുന്നത് ഒരുപാട്, എന്തായാലും എക്സാമിന് ഒരു 6-8 മാർക്കിന് വരെയൊക്കെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് എന്താണ്, ഗവൺമെൻറ് ഭരണം എങ്ങനെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിപ്പിക്കുന്നത്. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രം, ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാർ നമ്മളെ എങ്ങനെയാണ് നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുള്ളത്, നമ്മൾ എങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെയാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. അഞ്ചാമത്തെ ചാപ്റ്റർ കൾച്ചർ ആൻഡ് നാഷണലിസം. ഇന്ത്യക്കാർക്കിടയിൽ എങ്ങനെയാണ് ദേശീയത, ദേശസ്നേഹം വളർന്നു വന്നിട്ടുള്ളത്, അതിന് കാരണമായിട്ടുള്ളത് എന്താണ്, ഇന്ത്യക്കാർക്കിടയിൽ ദേശസ്നേഹം വളരുന്ന എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ ലിറ്ററേച്ചർ, സാഹിത്യത്തിൻ്റെ ഒക്കെ റോള്, പങ്കിനെ കുറിച്ചാണ് നമുക്ക് പഠിച്ചു പോകാനുള്ളത്. ആൻഡ് ആറാമത്തെ ചാപ്റ്റർ ഏതാണ്? സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? മഹാത്മാഗാന്ധിയുടെ സമരങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിയുടെ സമരങ്ങൾ, നോൺ കോപ്പറേഷൻ, നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിച്ചു പോകാനുണ്ട്. ഏഴാമത്തെ ചാപ്റ്റർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യൻ എക്കണോമി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യക്ക് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലത്തെ സമ്പത്ത് എങ്ങനെ വളർന്നു, ബഹിരാകാശ ഗവേഷണം, സ്പേസ് റിസർച്ചിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായി, അതൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും വലിയ ലെങ്തിയസ്റ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേരള ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഒരേ ഒരു ചാപ്റ്ററാണ് 8ാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിൻ്റെ പേര് കേരള ടുവേർഡ്സ് മോഡേണിറ്റി. ഏകദേശം 500 വർഷത്തെ ചരിത്രം ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചു പോകും. ഈ ചാപ്റ്റർ മിക്കവാറും ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ്, പക്ഷെ നമുക്കത് ഈസി ആയിട്ട് അങ്ങ് പഠിക്കാം. 9th ചാപ്റ്റർ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എന്താണ് രാഷ്ട്രമെന്നും ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ, 4 എലമെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്നും എങ്ങനെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു എന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ പഠിക്കുന്നുണ്ട്. ആൻഡ് 10ാമത്തെ ചാപ്റ്ററാണ് സിവിക് കോൺഷ്യസ്നെസ് അഥവാ പൗരബോധം എന്ന് പറയുന്നത്. സിവിക് കോൺഷ്യസ്നെസ്, ഒരു പൗരന് ഉണ്ടാവേണ്ട നല്ല നല്ല ചിന്തകൾ എന്തൊക്കെയാണ്, ഒരു പൗരൻ എന്തൊക്കെ കാര്യങ്ങൾ, കടമകൾ ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഈ 10ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ആൻഡ് 11ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സോഷ്യോളജി
വാട്ട് വൈ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ഇവിടുന്ന് ചോദ്യങ്ങൾ കൂടി പോയി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. സോ ഈ ചാപ്റ്റർ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ജോഗ്രഫിയുടെ കാര്യം ആര് പറയും? നമ്മുടെ ഫസൽ സാറ് പറയുന്നതാണ്. അപ്പോൾ മത്സൽ സാർ ഇവിടെ ഹിസ്റ്ററിയുടെ ഏരിയാസ് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് SS2 അഥവാ ജോഗ്രഫി. രണ്ടും ഒരേ വെയിറ്റേജ് ആണ്, അല്ലാതെ ഹിസ്റ്ററി തോനെ ജോഗ്രഫി തോനെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. 80 മാർക്കിന് എക്സാം ആണ്, 40 മാർക്ക് ഹിസ്റ്ററി, 40 മാർക്ക് ജോഗ്രഫി. രണ്ടും ഒരുപോലെ വരും, ഒരേപോലത്തെ സബ്ജക്റ്റ്. ചില ആൾക്കാർക്ക് പഠിക്കുമ്പോൾ ഹിസ്റ്ററി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ ഈ ജോഗ്രഫി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, എല്ലാം ഒരുപോലെ എളുപ്പമുള്ള ആളുകളുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിൽ പ്രാധാന്യമൊന്നുമില്ല. ഞങ്ങളെന്തായാലും പക്ക പഠിപ്പിച്ചിട്ടേ പോളൂ, അല്ലെങ്കിൽ ഞങ്ങളെന്തായാലും ഇവിടെ റെഡിയാണ്, നിങ്ങൾ റെഡിയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ അതൊരു 1.5 ചാപ്റ്ററാണ്. സീസൺസ് ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. സീസൺസ് ആൻഡ് ടൈം എന്താ പറയുന്നത് വെച്ചാൽ സമയം എങ്ങനെ മാറുന്നു, സീസൺസ് എങ്ങനെ ഉണ്ടാവുന്നു. സോ നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ്. വെരി ഈസി ചാപ്റ്റർ. പഠിക്കാൻ കുറച്ച് പണി ആദ്യം ഉണ്ടാവും, പിന്നെ അത് എളുപ്പമാവും. 8 മാർക്ക് നമുക്ക് ഫൈനൽ എക്സാമിന് കിട്ടും ചെയ്യും. എത്ര മാർക്കാണ്? 8 മാർക്ക് ഫൈനലിൽ വരും. 8 മാർക്ക് എന്ന് പറയുമ്പം 10% A+ ഉറപ്പിക്കാനുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, essay ഒക്കെ വരുന്ന. നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ നിങ്ങൾ നോക്കേണ്ടത് ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ് ആണ്. കാറ്റിൻ്റെ ഉറവിടം തേടി. സോ ഇതിൽ നിന്ന് നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാറ്റ് എങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഊതിയ കാറ്റ് വരുമെന്ന് പറയും. അങ്ങനത്തെ കാറ്റല്ല, കാറ്റ് പോയാൽ തട്ടിപ്പോകുമെന്നും പറയും. ആ കാറ്റുമല്ല, നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന വിൻഡ് ഇതെങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ അത് നമ്മൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സാർ ഇലകൾ അനങ്ങുന്ന സമയത്ത് കാറ്റുണ്ടാവുന്നു, പക്ഷെ അങ്ങനെയല്ല, കാറ്റ് എങ്ങനെ അടിക്കണം, അതിൻ്റെ പിറകുള്ള പ്രിൻസിപ്പിൾ എന്താണ്. അടിപൊളി ചാപ്റ്ററാണ് ഇത്. നമുക്ക് വെള്ളം പോലെ ആക്കണം, ഒരു പേടിയും പേടിക്കേണ്ട, കട്ടൊക്കെ കൂടെ ഉണ്ടാവും കേട്ടോ. സോ ഇതിൽ നിന്നും 8 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തേർഡ് ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്നുള്ള ചാപ്റ്ററാണ്. നമ്മളെക്കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? നമ്മളെല്ലാം ഇന്ത്യയുടെ റിസോഴ്സാണ്, വിഭവങ്ങളാണ്, അതിനെക്കുറിച്ചിട്ട്. സോ ഈസി ചാപ്റ്ററാണ്, കുറച്ച് പഠിക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക അതൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചാപ്റ്ററാണ്. ഇതിൽ നിന്നും 8 മാർക്ക്. അപ്പോൾ സാർ ഇപ്പം തന്നെ അതിൽ 24 മാർക്ക്. അങ്ങനെയല്ല, നമുക്ക് അവസാനം ഞങ്ങളൊരു ചെറിയൊരു അഡ്വാൻറ്റേജ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇതിൽ നമ്മൾ 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ നിന്ന്. എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമുക്ക് അടുത്തത് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ്, ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. നിങ്ങൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും മാപ്പുകളെ കുറിച്ചുള്ള പാഠങ്ങൾ പഠിക്കുന്നുണ്ട്, ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട് ഭൂപടങ്ങളെ കുറിച്ചിട്ട്. അതിൻ്റെ തുടർച്ചയാണ് ഈ ചാപ്റ്റർ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഫൺ. അടിപൊളിയായിട്ട് ഒരു ഫൺ ഗെയിമൊക്കെ പോലെ കളിച്ച് അല്ലെങ്കിൽ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ് ഇത്. കുറച്ച് ട്രിക്കിയാണ്, പക്ഷേ എളുപ്പം എന്ന് വെച്ചാൽ അങ്ങേയറ്റം എളുപ്പം. വെറുതെ കിട്ടുന്നൊരു 4 മാർക്ക് ഇതിൽ നിന്നുണ്ട്. വെറുതെ കിട്ടുന്ന 4 മാർക്ക്, അങ്ങനെ ഞാൻ പറയും. ഇച്ചിരി ശ്രദ്ധിച്ചാൽ കിട്ടുന്ന 4 മാർക്ക്. സോ കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത് ഹിസ്റ്ററി കുറച്ച് ടഫാണെങ്കിലും ജോഗ്രഫി വളരെ എളുപ്പമാണെന്ന് ഞാൻ പറയാറുള്ളൂ. ഓക്കെ, യെസ്. അടുത്തത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, പൊതു ചെലവും പൊതു വരുമാനവും. ഇതിൽ പറയും നമ്മുടെ ടാക്സുകളെ കുറിച്ചിട്ടാണ്. ഞാനും നിങ്ങളടങ്ങുന്ന എല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ട്, നികുതി കൊടുക്കുന്നുണ്ട്. ആ നികുതി എന്തിനൊക്കെ വേണ്ടിയാണ് കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ്, എത്ര ടൈപ്പ് ടാക്സ് ഉണ്ട്, പിന്നെ നികുതി അല്ലാതെ ടാക്സ് അല്ലാതെ മറ്റെന്തെങ്കിലും ഇൻകം അല്ലെങ്കിൽ ഒരു റവന്യൂ ഗവൺമെൻറ്റിനുണ്ടോ. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇറ്റ്സ് വെരി സിമ്പിൾ ചാപ്റ്റർ. അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അടുത്തതൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ് ആകാശീയ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും, ഐ ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്. ഇതിൽ പറയുന്നത് എന്താ മക്കളെന്ന് അറിയാം? ഇതിൽ പറയുന്നത് സാറ്റലൈറ്റുകളെ കുറിച്ചിട്ടും ഈ റിമോട്ട് സെൻസിങ്, വിദൂര സംവേദനം എന്നുള്ളൊരു പുതിയ ടെക്നോളജി, പുതിയതല്ല കുറച്ച് പഴയ ടെക്നോളജിയാണ്. നിങ്ങളിതുവരെ പഠിക്കാത്തൊരു ചാപ്റ്ററാണ്. സോ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ക്ലിയറായിട്ട് അതിൻ്റെ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് ഈ പറഞ്ഞ ഐ ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, 7ാമത്തെ ചാപ്റ്റർ, വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, കൂട്ടത്തിലെ മോൺസ്റ്ററുകളിൽ ഒരാൾ. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജോഗ്രഫിയിലെ പാഠഭാഗമാണ് ഇതെന്നാണ് കുട്ടികൾ പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, സിമ്പിൾ ചാപ്റ്ററാണ്. നമ്മുടെ ക്ലാസ് എടുക്കുന്ന മക്കളൊക്കെ ഇതൊക്കെ ശരി സിമ്പിൾ അല്ലേ സാറേ, ഇതിൽ മാപ്പ് മാർക്കിംഗ് ഒക്കെ വരും, ഭൂപടം വെച്ചുള്ള കളികളൊക്കെ ഉണ്ട്, മാപ്പുകൾ, ഇന്ത്യയുടെ മാപ്പൊക്കെ ഫെമിലിയർ ആവും. അതിനൊക്കെ ഫസൽ സാർ ഇവിടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ കൂടെ നിന്നാൽ മതി, നമ്മൾ കംപ്ലീറ്റ് നെരുപ്പാക്കിയിട്ടേ പോകുള്ളൂ. സോ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാനുണ്ട്, ഇന്ത്യയുടെ കൈയിനെയും കാലിനെയും കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇറ്റ്സ് വെരി ഫൺ, അടിപൊളി ചാപ്റ്ററാണ് ഇത്. നിങ്ങൾ UP ക്ലാസ്സുകളൊക്കെ പഠിച്ച ചാപ്റ്ററിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ്. സോ നിങ്ങൾ പേടിക്കേണ്ട, കൂടെ ഉണ്ടാവട്ടെ മക്കളെ. സോ ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷേ കുറച്ച് ലെങ്തിയാണ്, കുറച്ച് അധികം ഉണ്ട്. അതുകൊണ്ട് പല കുട്ടികളും ബുദ്ധിമുട്ട് പറയാറുണ്ട്. നമ്മുടെ കേരള ടുവാർഡ്സ് മോഡേണിറ്റി പോലെയുള്ളൊരു ചാപ്റ്ററാണ് ഹിസ്റ്ററിയിൽ. ഇത് റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. മലയാളത്തിലും ഇംഗ്ലീഷിലും പേരിൽ ചെറിയ വ്യത്യാസങ്ങൾ നോക്കണ്ട, എല്ലാത്തിനും കണ്ടന്റ് സെയിം ആണ്. ഇവിടെ ഇന്ത്യയുടെ അഗ്രികൾച്ചറിനെ കുറിച്ചിട്ട്, കൃഷിയെക്കുറിച്ചിട്ട്, ഇന്ത്യയിലെ വ്യവസായത്തെക്കുറിച്ചിട്ട്, ഇൻഡസ്ട്രിയെക്കുറിച്ചിട്ടും ഇന്ത്യയിലെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്.
സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒരു പണിയും ഇല്ല, പക്ഷെ കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 7-8 ചാപ്റ്റേഴ്സ് നമുക്ക് കുറച്ച് പണി തരാം. 7ഉം അതുപോലെ 7-8 ഈ 2 ചാപ്റ്റേഴ്സ് ഇത് കുറച്ച് പണി ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അതിനെല്ലാം എന്തെങ്കിലും ഒരു പണി വേണ്ടേ സോഷ്യൽ പഠിക്കുന്ന സമയത്ത്. ബാക്കി ജോഗ്രഫിയിൽ എല്ലാ ചാപ്റ്റേഴ്സും നല്ല എളുപ്പമാണ്. 7ഉം 8ഉം മാത്രം കുറച്ച് എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. 9ാമത്തെ ചാപ്റ്റേഴ്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും, ബാങ്കുകളെ കുറിച്ചിട്ട്, RBI കുറിച്ചിട്ട്, ബാങ്കുകളുടെ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ട്, നമ്മുടെ ഡെപ്പോസിറ്റുകളെ കുറിച്ചിട്ട്, മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ട്, ബാങ്കുകളല്ലാത്ത നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനെ കുറിച്ചിട്ട്, ഇങ്ങനെ ഒരുപാട് NBFCs എന്ന് പറയും, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളെ കുറിച്ചിട്ട് നിങ്ങളിതുവരെ കേട്ടിട്ടുണ്ടാവില്ല. എക്കണോമിക്സ് എന്നുള്ള ഒരു സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ച് ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ചാപ്റ്റർ. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും, കുറച്ച് ലെങ്തിയാണ്. പക്ഷേ ഇത് നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് തന്നെയാണ് ഉണ്ടാവുന്നെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ ഞാൻ അവസാനം പറഞ്ഞുതരാം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് സിമ്പിൾ ചാപ്റ്ററാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് ഈ ചാപ്റ്റർ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം വിടാൻ പറ്റാത്തൊരു ചാപ്റ്റർ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഒരു പണിയുണ്ട്, ഞാൻ പറയാം എന്താ ലാസ്റ്റ്. അവസാനം കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, ടോട്ടൽ 10 ചാപ്റ്ററിൽ അവസാനത്തെ ചാപ്റ്റർ. ഇതിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ, നമ്മളാണ് കൺസ്യൂമേഴ്സ്, നമ്മുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ്, നമുക്ക് എന്തെല്ലാം റൈറ്റ്സ് ഉണ്ട്, നമുക്ക് എപ്പോഴാണ് കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പറ്റുക, നമുക്ക് ഒരുപാട് സേവനങ്ങൾ കിട്ടുന്നുണ്ട്, അതിലെന്തിനും പോരായ്മ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് എന്തെല്ലാമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ മെക്കാനിസംസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനറൽ ആയിട്ടുള്ള നോളജാണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മാർക്ക് മേടിക്കുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് ജോഗ്രഫിയിലുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു, 7ഉം 8ഉമാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. 7ഉം 8ഉമാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുക. 1, 2 നിങ്ങൾ പേടിക്കുക വേണ്ട. അത് ഓണം എക്സാമും അതുപോലെ ഹാഫ് ഇയർലി എക്സാമൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കും. ഓക്കെ, അത് വിടാം. സോ ഇത്രയും കാര്യങ്ങൾ പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അടിച്ചാൽ പറയാനുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ശരിക്കും നമുക്ക് എത്ര ടേംസ് ആണുള്ളത്? ഒരു 2-3 ടേം ആണല്ലേ ഉള്ളത്. ആദ്യത്തെ നമുക്ക് ക്വാർട്ടർ അല്ലേ. ക്വാർട്ടർ എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യ ഭാഗം. നമുക്കതിനെ എന്താണ്, ഓണപരീക്ഷ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതിൽ ഹിസ്റ്ററിയുടെ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഒരു അല്ലേ, അതായത് SS1 എന്ന് ഞാൻ ഇവിടെ എഴുതുന്നു. അതിലൊരു ആദ്യത്തെ 3 ചാപ്റ്ററോ അല്ലെങ്കിൽ 4ാമത്തെ ചാപ്റ്ററിന്റെ പകുതി വരെയോ ആണ് ഉണ്ടാവുക. 3 ചാപ്റ്റർ എന്തായാലും ഉണ്ടാവും. ഓ, അങ്ങനെ ഉണ്ടാവും ചില സമയത്ത്. ഇല്ലല്ല, അത് വരില്ല. ഫസ്റ്റ് ആദ്യത്തെ 3 ചാപ്റ്റർ മാത്രമേ ഇവർക്ക് എന്തുണ്ടാവാറുള്ളൂ, പൊതുവെ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, കാണുന്നുണ്ടോ? SS2 സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് അതിനപ്പുറത്തേക്ക് ഉണ്ടാവും. ഓക്കെ, ക്വാർട്ടർലി ഓണം കഴിഞ്ഞു അല്ലേ. ഓണം കഴിഞ്ഞാൽ പിന്നെന്താ വരിക? വിഷു അല്ല, പിന്നെന്താ വരിക? ക്രിസ്മസ് ആണ് അല്ലേ. ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി എക്സാമിന് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അവസാനത്തെ ഒരു 2 ചാപ്റ്റർ ഒഴികെ അല്ലെ, ഏകദേശം 8ാമത്തെ ചാപ്റ്റർ വരെയൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും ചിലപ്പോൾ ജോഗ്രഫിയിൽ 7ാമത്തെ വരെ വരും. ഞാൻ പറയും 7ാമത്തെ ഒരു ചോറിയ ചാപ്റ്ററിൽ അത് വരെ വരും. അതായത് ഹിസ്റ്ററിയിൽ ഇങ്ങനെയാണ്, 7ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്റർ ഒഴിച്ച് എന്ത് ചെയ്യുക, കേരളത്തിന്റെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അല്ലെ 9ാമത്തെ ഒരു ചാപ്റ്റർ അങ്ങനെ കാണും നമുക്ക് ഉണ്ടാവും. ഒരു 3 ചാപ്റ്റർ ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഹാഫ് ഇയർലിക്ക് ചോദിക്കും. ഇപ്പോൾ ഏകദേശം SS2 7 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവും അല്ലെ. ഇനിയിപ്പോൾ എന്താണ്, നമ്മുടെ ഫൈനൽ എക്സാം ആണെങ്കിൽ ഫൈനൽ എക്സാമിന് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം ഒരുപോലെ നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ, ഒരുപോലെ പഠിക്കണം. പക്ഷെ എന്ത് ചെയ്യും, ചില സമയങ്ങളിൽ ഗവൺമെന്റ് ചില സമയങ്ങളിലല്ല എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഒരു റിലാക്സേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒഴിവാക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഏത് ചാപ്റ്ററാ, എങ്ങനെയാണ്? പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എക്സാമിന്റെ 1 മാസം മുമ്പ് ചാപ്റ്റർ 1-2 മോഡൽ എക്സാമിന് മുമ്പ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഒഴിവാക്കുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി. സന്തോഷ വാർത്ത പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് സോഷ്യൽ സയൻസിന് 6 ചാപ്റ്റേഴ്സ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. 15 ചാപ്റ്റർ പഠിച്ചാൽ മതിയായിരുന്നു. ഇത്തവണ അതുപോലെ വരുമെന്ന് പ്രതീക്ഷ. അതാ ഞാൻ പറഞ്ഞത്, ചില ചാപ്റ്റേഴ്സ് മുഴുവനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പം ജോഗ്രഫിയിൽ നിന്ന് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ അതിൽ നമുക്ക് 3 ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം. അപ്പം ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 3 ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. അത് ഓപ്ഷണൽ ചാപ്റ്റേഴ്സാണ്. 1-2 ഓപ്ഷനിലാണ്. അപ്പം 1ാമത്തെ ചാപ്റ്ററോ 2ാമത്തെ ചാപ്റ്ററോ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അതാണ് സംഭവം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഭയങ്കര ഈസിയാണ്. ഒരു പ്രശ്നമായി വരുന്നത് 21 ചാപ്റ്റേഴ്സ് ഒരുമിച്ച് അവസാനം ഒരു 2 ദിവസം മുമ്പൊന്നും ഇരുന്ന് ആർക്കും പഠിക്കാൻ പറ്റൂല. കൃത്യമായിട്ട് ആ നോട്ടിലെ ഒരു കുനുകുന ഓക്കെ, പ്ലാൻ എന്ന് പറഞ്ഞാൽ കുനുകുന എഴുതി വെക്കാൻ ചെറിയൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ട് പോകണം പഠിക്കണം. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ അതിലെ പ്രധാന പോയിന്റുകൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അതിനായിട്ട് ഒരു പ്രത്യേക നമ്മളെ ന്യൂസ് പ്രിന്റ് ഒക്കെ ചെറിയ ഭാഗം എടുത്തിട്ട് അങ്ങനെ എഴുതി പോയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ സാർ എങ്ങനെ നോട്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാന്നല്ലേ. അതിനെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ സൈലത്തിലേക്ക് വരിക എന്നുള്ളത്. കാരണം കഴിഞ്ഞ വർഷത്തെ SSLC എക്സാമിന് ഞങ്ങൾക്ക് അത്രയും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ SS എക്സാം ടഫായിരുന്നു. SS എക്സാം ടഫ് എന്ന് പറയുന്നതെല്ലാം സൈലം കാണാതെ പോയവർക്കായിരുന്നാണ്
ഞങ്ങൾ അറിഞ്ഞത്. സൈലം പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. എസ് എക്സാം അത്രയും എളുപ്പമായിട്ട് ഒരുപാട് മക്കൾ ഞങ്ങളോട് പേഴ്സണലായിട്ട് വിളിച്ചിട്ടാലും സൈലത്തിന് ഓഫീസിൽ വന്നിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ, ഞങ്ങൾ തരുന്ന ഗൈഡൻസ് അതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട. അത് ഞങ്ങൾ തരുന്നൊരു ഗ്യാരണ്ടി മാത്രമല്ല, അതൊരു ഉറപ്പാണ്. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളെ ഒരു എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിച്ച വഴിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഒരു അല്ല സാറേ ഉറപ്പാണത്. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ സൈലത്തിലേക്ക് വരിക. ഇതുവരെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ആപ്പിലെ സ്റ്റുഡൻ്റായിട്ട് സൈലമേനായിട്ട് നമ്മുടെ അസ്ത്ര ബാച്ചിലേക്ക് ചേരുക. അതിനെ കൂടെ യൂട്യൂബിലെ ക്ലാസ്സിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കറക്റ്റ് വേയിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോയി. നിങ്ങളെ എല്ലാ ടീച്ചേഴ്സും ഹൈലി എഫിഷ്യൻ്റ് ആണ്, നല്ല ടാലൻ്റ് ഉള്ളവരാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരാണ്, അതുപോലെ നല്ല ഗൈഡൻസ് തരാൻ പറ്റുന്നവരാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യട്ടെ, ഈ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത് എനിക്ക് പറയാനുള്ളൂ. സോ റിക്വസ്റ്റ്, ഓക്കെ, നിങ്ങളുടെ പേരൻസിനുള്ള റിക്വസ്റ്റ് ആണിത്. സോ നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും, കൂടെ നോട്ട്സ് ഉണ്ടായിരിക്കും, സ്ലൈഡുകൾ കിട്ടും, എല്ലാ ഗൈഡൻസ് ഉണ്ടാവും, മെൻറ്റർഷിപ്പ് ഒക്കെ ഉള്ളതാണ്. മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞത്, ഓരോ ടീച്ചേഴ്സ് അവരുടെ കാര്യങ്ങൾ പറയും, അവർ തരുന്നതെല്ലാം നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ SSLC ആണെന്നും പറഞ്ഞുള്ള പേടിയൊക്കെ ഒഴിവാക്കുക. സൈലത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് എന്ത് മേടിക്കണം, ഫുൾ A+ മേടിക്കണം, നിങ്ങൾ നല്ല സ്റ്റുഡൻ്റ് ആയിട്ട് മാറണം. എനിക്കതാ പറയുന്നത് സാർ. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണാം. താൽക്കാലികമായിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ബൈ.